ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ നെഗറ്റീവ് ഒഴിവാക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ കാലിയായ ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കുപ്പികൾ, അങ്ങനെയുള്ള ഉപയോഗശൂന്യമായ വസ്തുക്കൾ, ഇതെല്ലാം നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഉപയോഗിക്കുന്നതുമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ എടുത്ത് പുറത്തേക്ക് കെട്ടണം. അതെടുത്ത് ബന്ധാക്കിയിട്ട് പുറത്തേക്ക് വെക്കണം. അത് ആർക്കെങ്കിലും കൊടുത്തു കളയണം, ഒഴിവാക്കി കളയണം. ആർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കാന്നുള്ളതല്ല, അത് ഒഴിവാക്കി കളയണം. മനസ്സിലായോ? പണ്ടൊക്കെ ആണെങ്കിലും നമുക്ക് തോട്ടിലേക്കും പുഴയിലേക്കൊക്കെ ഇടാം. ഇന്നത് അങ്ങനെ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യുക? നമ്മളത് ഒഴിവാക്കി കളയാം. പഴയത് കൊടുക്കുന്നവർക്ക് കൊടുക്കുക. അങ്ങനെയെങ്കിലും നമ്മൾ ഒഴിവാക്കുക. പരിസരം വൃത്തിയാക്കുക, വീടിൻ്റെ അകം വൃത്തിയാക്കുക. ഉപയോഗശൂന്യമായ ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും വീട്ടിൽ വെക്കരുത്. അതിനകത്ത് നെഗറ്റീവ് വരാൻ ഏറ്റവും ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ വസ്ത്രങ്ങളും കാര്യങ്ങളും എപ്പോഴും അലക്കിയിട്ട് മടക്കി സൂക്ഷിച്ചു വെക്കുക. വെറുതെ കുറേ വസ്ത്രങ്ങൾ നമ്മൾ അവിടെയും ഇവിടെയും കൂട്ടിയിടുന്നത് ഏറ്റവും വലിയ നെഗറ്റീവായ കാര്യമാണ്. അതുപോലെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് അലക്കി ഉപയോഗിക്കുക. അതിനകത്ത് ഒരു അല്പമെങ്കിലും സുഗന്ധം ഉപയോഗിക്കുക.